BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ തനിക്ക് നൽകാനുണ്ടായിരുന്ന 10 ലക്ഷം രൂപ മടക്കി നൽകിയതായി ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തി. ഏപ്രിൽ 7-നാണ് തുക തന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഹരിഹരൻ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം ലഭിച്ചതെന്നും പണം തിരികെ കിട്ടിയ സാഹചര്യത്തിൽ ശോഭയ്ക്കെതിരെയുള്ള പരാതി പിൻവലിക്കുമെന്നും നന്ദകുമാർ വ്യക്തമാക്കി. തൃശൂരിലെ ശോഭ സുരേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വാങ്ങുന്നതിനായി 2023-ൽ 10 ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയിരുന്നുവെന്നും എന്നാൽ ഇടപാടിൽ നിന്നും പിന്മാറിയപ്പോൾ ശോഭ സുരേന്ദ്രൻ ഈ പണം തിരിച്ചു നൽകിയില്ല എന്നും നന്ദകുമാർ നേരത്തെ ആരോപിച്ചിരുന്നു. വാങ്ങാൻ നിശ്ചയിച്ച ഭൂമി മറ്റ് 2 പേർക്ക് കൂടി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞതിനെ തുടർന്നാണ് ഇടപാടിൽ നിന്ന് പിന്മാറിയെന്നായിരുന്നു നന്ദകുമാർ പറഞ്ഞത്. ഈ പണമാണ് ഇപ്പോൾ തിരികെ ലഭിച്ചതായി നന്ദകുമാർ മാധ്യമങ്ങളെ അറിയിച്ചത്. ഇടനിലക്കാരൻ വഴിയാണ് പണം ലഭിച്ചതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവി ലക്ഷ്യമിട്ട് ശോഭ സുരേന്ദ്രൻ വലിയൊരു തുക ചിലവഴിച്ചതായും നന്ദകുമാർ ആരോപിച്ചിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ തനിക്ക് നൽകാനുണ്ടായിരുന്ന 10 ലക്ഷം രൂപ മടക്കി നൽകിയെന്നാണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 7-നാണ് ഈ തുക തന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതെന്ന് ഇദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഹരിഹരൻ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത്രയും രൂപ ഈ ഒരു പണം തനിക്ക് ലഭിച്ചതെന്നും എന്തായാലും പണം കിട്ടിയ സാഹചര്യത്തിൽ ശോഭയ്ക്കെതിരെയുള്ള പരാതി താൻ പിൻവലിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും തൃശൂരിലെ ശോഭ സുരേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വാങ്ങുന്നതിനായി 2023-ൽ 10 ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയിരുന്നുവെന്നും പക്ഷേ ഇടപാടിൽ നിന്നും പിന്മാറിയപ്പോൾ ശോഭ സുരേന്ദ്രൻ ഈ പണം തിരിച്ചു നൽകിയില്ല എന്നുമൊക്കെ ആരോപിച്ചുകൊണ്ട് നന്ദകുമാർ നേരത്തെ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ വാങ്ങാൻ നിശ്ചയിച്ച ഭൂമി മറ്റ് 2 പേർക്ക് കൂടി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇടപാടിൽ നിന്ന് പിന്മാറിയതെന്നായിരുന്നു നന്ദകുമാർ പറഞ്ഞത്. എന്തായാലും ഈ പണമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇടനിലക്കാരൻ വഴിയാണ് ഈ ഒരു പണം ലഭിച്ചതെന്നും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ പദവി ലക്ഷ്യമിട്ട് ശോഭ സുരേന്ദ്രൻ വലിയൊരു തുക ചിലവഴിച്ചതായും ഇപ്പോൾ നന്ദകുമാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ശോഭയ്ക്കെതിരെയുള്ള പരാതി പിൻവലിക്കുമെന്നാണ് നന്ദകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്.